വിൽ എ ഐ റീപ്ലേസ് ക്രിയേറ്റീവ് ജോബ്? എനിക്ക് DM-ൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI-യുടെ കാലമാണ്. അപ്പം AI നമ്മളെയൊക്കെ റീപ്ലേസ് ചെയ്യുമോ, നമ്മുടെയൊക്കെ ജോലി പോകുമോ എന്നാണ് പലരുടെയും പേടി. ആ പേടി സത്യമാണ്? അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നോ. എന്തുകൊണ്ട്, എങ്ങനെ? നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1990-ലാണ് ആദ്യമായിട്ട് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്യുന്നത്. ആ സമയത്തൊക്കെ ഈ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്ന ഫീൽഡ് ഒട്ടും പോപ്പുലർ അല്ല, അല്ലെങ്കിൽ അത് വന്നിട്ടില്ല. അപ്പോൾ അന്നൊരു CGD ആവണമെങ്കിൽ, അത് സർട്ടിഫൈഡ് ഗ്രാഫിക് ഡിസൈനർ ആവണമെന്നുണ്ടെങ്കിൽ കോളേജിൽ പോകണം, അങ്ങനത്തെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അന്ന് ഗ്രാഫിക് ഡിസൈനേഴ്സ് വളരെ കുറവായിരുന്നു. ഇന്നത്തെ അത്രയും സ്പെഷ്യലൈസേഷൻ ഒന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പുരോഗമിച്ചു. ഇത് കോളേജിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറി. ആ ഒരു മൾട്ടിമീഡിയയിൽ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇത് ഇവോൾവ് ചെയ്ത് വന്നു. ഇന്ന് നമുക്കിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോളേജിലും പോകേണ്ട കാര്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് തന്നെ പഠിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കോഴ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പഠിക്കാം. അപ്പം ഗ്രാഫിക് ഡിസൈനിന് തന്നെ വലിയൊരു എവല്യൂഷൻ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ അന്ന് പ്രിന്റിംഗ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പ്രിന്റിംഗ് വന്നു. നമ്മുടെ വീട്ടിൽ വരെ പ്രിന്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് അത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 1990-ൽ ഉണ്ടായിട്ടുള്ള ഫോട്ടോഷോപ്പിന്റെ ഫേസ് തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തന്നെ ഒരുപാട് എവല്യൂഷൻ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഫോട്ടോ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു സാധനം, അതൊരു പുതിയ ടെക്നോളജിയാണ്. അത് പണ്ടത്തെ കാലത്ത് ആളുകൾക്കൊന്നും അറിവില്ലാതിരുന്ന ഒരു കാര്യമാണ്. അത് വെച്ച് ഇന്ന് നല്ലതും ചീത്തയുമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് ജനറേറ്റീവ് ഫിൽ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ എത്തി നിൽക്കുകയാണ്. ആ ജനറേറ്റീവ് ഫിൽ വന്നതോടുകൂടി പലരുടെയും മനസ്സിൽ പേടിയായി, നമ്മുടെ ജോലിയൊക്കെ പോകുമോ, ഡിസൈനേഴ്സിന് ജോലി ഈ പറയുന്ന AI റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളതാണ് പലരും ചോദിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം. പണ്ട് കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനിന് അത്ര ഓപ്പർച്യൂണിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് പ്രിന്റിംഗ് മീഡിയ അതുപോലെ അഡ്വർടൈസിംഗ് ഒക്കെ വന്നതോടുകൂടി ഇന്ന് ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ സ്കോപ്പ് എന്ന് പറയുന്നതും ഒരുപാട് കൂടി. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രാഫിക് ഡിസൈനേഴ്സും ഇന്ന് കറന്റ്ലി ഉണ്ട്. ഗ്രാഫിക് ഡിസൈനിൽ തന്നെ പല ഡിസൈനേഴ്സ് ഉണ്ട്. ബ്രാൻഡ് ഡിസൈനേഴ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഡിസൈനേഴ്സ് ഉണ്ട്, പാക്കേജിംഗ് ഡിസൈനേഴ്സ് ഉണ്ട്, അഡ്വർടൈസിംഗ് ഡിസൈനേഴ്സ് ഉണ്ട്. അങ്ങനെ പല സെക്ഷൻ ഓഫ് ഡിസൈനേഴ്സ് ഉണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ആളുകൾ AI-നെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇപ്പോഴാണ്. പക്ഷേ നേരത്തെ നമ്മൾ AI ഉപയോഗിച്ചിട്ടില്ലേ? അതാണ് എൻ്റെ ചോദ്യം. നേരത്തെ നമ്മൾ ഈ ഉപയോഗിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറുകളിലൊന്നും തന്നെ നമ്മൾ AI ഉപയോഗിച്ചിട്ടില്ലേ? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ ഉപയോഗിച്ചിട്ടുള്ള കോണ്ടന്റ് അവെയർ ടൂൾ അല്ലെങ്കിൽ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ ശരിക്കും ആലോചിച്ചത് ഇതൊക്കെ AI-യുടെ ആപ്ലിക്കേഷൻ ആണ്. അന്നും AI ഉണ്ടായിരുന്നു. അന്ന് AI ഇത്രമാത്രം അഡ്വാൻസ്ഡ് ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ നമ്മൾ അതിനെ ഒന്ന് പേടിക്കാതിരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ സ്മാർട്ട് ഗൈഡ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രിഡ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു ഒബ്ജക്റ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഗ്രിഡിലേക്ക് പോയി ഗ്രിഡിന്റെ എവിടെയെങ്കിലും അടുത്താണെങ്കിൽ അത് ഗ്രിഡിലേക്ക് പോയി അലൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതെങ്ങനെയാണ് അത് ചെയ്യുന്നത്? അതിന് എവിടെ നിന്നാണ് അവിടെ ഒരു ഗ്രിഡ് ഉണ്ടെന്ന് അറിയാനുള്ള ഒരു ബുദ്ധി ഉള്ളത്? അത് കൃത്രിമ ബുദ്ധിയല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനമില്ല. അപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവിടെ ഉണ്ട്. പക്ഷെ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു ഇമേജിനെ കംപ്ലീറ്റ്ലി ക്രിയേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാനും ഉള്ളൊരു സിറ്റുവേഷനിലേക്ക് വളർന്നു വന്നു എന്നുള്ളത് മാത്രമാണ്. പണ്ടും നമ്മൾ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരുന്ന എല്ലാ സോഫ്റ്റ്വെയർസിലും, അഡോബിയുടെ തന്നെ എല്ലാ സോഫ്റ്റ്വെയർസും ഓൾറെഡി തന്നെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ API-കൾ അവിടെ അന്നും ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ട് കാലത്തും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഓഫ് AI ഒക്കെ ഉണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സെലക്ട് ആൻഡ് മാസ്ക് കൊടുത്ത് സബ്ജക്റ്റിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. എങ്ങനെയാണ് അതൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ആ ഒരു ഇമേജിൽ ഒരു സബ്ജക്റ്റ് ആണെന്ന് ഈ പറയുന്ന ഫോട്ടോഷോപ്പ് മനസ്സിലാക്കിയെടുക്കുന്നത്? അതിനെവിടെ നിന്നാണ് ആ ബുദ്ധി? അപ്പോൾ അത് ചെയ്യുന്നത് ആരാണ്? അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? അത് അങ്ങനെ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ അതൊരു ജീവിയാണ്, ഒരു ടേബിൾ ആണ്. അതാണ് ആ ഒരു ഇമേജിലെ മെയിൻ സബ്ജക്ട് എന്ന് മനസ്സിലാക്കുന്നത് AI-യുടെ സഹായത്തോടു കൂടിയില്ല. അപ്പൊ അന്നും AI ഉണ്ടായിരുന്നു. അന്നും നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഈ പറയുന്ന ഡിസൈൻ സോഫ്റ്റ്വെയറുകളിൽ ഉപയോഗിച്ചിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് എനിക്ക് തോന്നുന്നു ആളുകൾ കൂടുതലായിട്ട് പേടിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ്ജേണിയും ChatGPT-യും ഒക്കെ വന്നതുകൊണ്ടാണ്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വേർഷൻസ് ഓഫ് AI വന്ന് അതിന് കുറച്ചുകൂടെ കൂടുതലായിട്ട് കാര്യങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർത്തിട്ടാണ് ആളുകൾ എല്ലാവരും പേടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, AI വെച്ചുണ്ടാക്കിയിട്ടുള്ള എല്ലാ ഡിസൈൻ ടൂളുകളും നമ്മളുടെ ക്രിയേറ്റിവിറ്റിനെ ബൂസ്റ്റ്
ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ജോലിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള കുറെ ടൂൾസ് ആണ്. അതിനൊരിക്കലും നമ്മളെ പോലെയുള്ള ആളുകളെ റീപ്ലേസ് ചെയ്യാനുള്ള കഴിവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോൺ സ്റ്റാമ്പ് ടൂളിനും കോണ്ടന്റ് അവെയർ ടൂളിനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു ജനറേറ്റീവ് ഫിൽ എന്ന് പറയുന്ന ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റിൽ ആ ജനറേറ്റീവ് ഫില്ലിന് പ്രോംപ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആരെ കൊടുക്കുക? AI ഒന്ന് കൊടുക്കുക. അവിടെ ഒരു ഡിസൈനറുടെ ആവശ്യമില്ല. പ്രോംപ്റ്റ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അറിയുന്ന ഒരു ഡിസൈനർ ഉണ്ടെങ്കിലേ അത് ചെയ്യാനായിട്ട് പറ്റൂ. അവരുടെ ഒരു ഡിസൈനറിന്റെ പ്രസൻസ് ആവശ്യമാണ്. വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത് ലോഗോസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് മാർക്കറ്റിലുണ്ട്. പക്ഷെ ഈ പറയുന്ന AI ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ലോഗോ ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലയന്റിനെ നിങ്ങൾക്കറിയോ? സാധാരണ ഉഡായിപ്പ് കാണിച്ച് ചുമ്മാ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടാൻ ഉണ്ടാക്കുന്ന ഒരു ലോഗോനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോഗോ AI യൂസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്താണ്? അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് റോ ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റിയാണ്. സ്ക്രാച്ചിൽ നിന്ന് പുതിയൊരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളെയാണ് അവർക്ക് ആവശ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ക്യാൻവ പോലെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നമ്മൾ ലോഗോസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലോഗോസ് ഒന്നും ട്രേഡ് മാർക്കിന് പറ്റില്ല. ഒരു ട്രേഡ് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് റിജക്ട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഉള്ള ഒരു സാധനത്തിൽ നിന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകളിൽ നിന്ന് ഒരു പുതിയ ലോഗോ ഉണ്ടാക്കി എടുക്കുന്നതാണ്. ഒരു ലോഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ സാധനം ഒരിക്കലും ഈ പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. അവിടെ വേറെ കുറെ കാര്യങ്ങളുണ്ട്, നമുക്കത് വഴി ഡിസ്കസ് ചെയ്യാം എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഇപ്പൊ ക്യാൻവയിൽ ഒരു കെറോസൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ക്യാൻവയിലാണ് ചെയ്തതെന്ന് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും, ഇല്ലേ? ഉറപ്പായിട്ട് മനസ്സിലാവും അത് ക്യാൻവയിലാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാര്യം എന്താ? അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടും ഫോണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും ചെയ്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് ക്യാൻവയിൽ നിന്ന് ചെയ്തെടുത്താണെന്ന്. നന്നായിട്ട് അറിയാവുന്ന ഒരു ക്ലയന്റിനാണെങ്കിൽ ഉറപ്പായിട്ട് അവരത് റീപ്ലേസ് ചെയ്യാനായിട്ട് പറയും. അവർ പറയും ഇത് സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ആണ്, ക്യാൻവയിൽ കണ്ടിട്ടുള്ള പാറ്റേൺ ആണ്, ഇത് മാറ്റണം എന്ന് പറയും. സോ നമ്മൾ ഫോട്ടോഷോപ്പിലോ ഇല്ലസ്ട്രേറ്ററിലോ ഒക്കെ നമ്മൾ പുതിയ ഡിസൈൻസ് നമ്മൾ ചെയ്തെടുക്കുകയാണ്. മുൻപ് എക്സിസ്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് പല രീതിയിലും ഉള്ള വർക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് സ്റ്റിൽ പുതിയൊരു വർക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരിക്കലും എവിടെയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക. അത് പുതിയൊരു പാറ്റേൺ ആണ്. സോ അവിടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി വർക്ക് ആകുന്നുണ്ട്. ആ സാധനം എന്ന് പറയുന്നത് ഒതന്റിക് ആണ്, യുണീക്ക് ആണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് വലിയ പൊട്ടൻഷ്യൽ ഉള്ള സാധനമാണ്. അതിന് ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഈ ഹ്യൂമൻ മൈൻഡ് തന്നെയാണല്ലോ ഈ പറയുന്ന AI-നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. AI-യുടെ വർക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ ഒക്കെ കൂട്ടുന്നത് ഈ മനുഷ്യന്റെ കേപ്പബിലിറ്റി കൊണ്ട് തന്നെയാണ്. അപ്പം ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് ഫാർ ആയിട്ടുള്ള ഒരുപാട് അഡ്വാൻസ്മെന്റ്സിന് പോസിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. AI പുരോഗമിച്ച് വരുന്നുണ്ടതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഹ്യൂമൻ മൈൻഡും പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ആലോചിക്കണം നിങ്ങൾ. ഞാൻ അവിടെ വായിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AI അല്ല നമുക്ക് ത്രെട്ട് എന്ന് പറയുന്നത്, മനുഷ്യന്മാർ തന്നെയാണ്, ഡിസൈനേഴ്സ് തന്നെയാണ് ഡിസൈനേഴ്സിന് ത്രെട്ട്. കാര്യം ഇങ്ങനെയുള്ള കുറെ എന്താ പറയാ ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്നതും ഈ പറയുന്ന ഡിസൈനേഴ്സ് തന്നെയാണ്. അവരാണ് അങ്ങനെ ചെയ്യും, ഇങ്ങനെ സംഭവിക്കും, ഈ ജോലി പോകും, ആ ജോലി പോകും എന്നൊക്കെ പറയുന്നത് നമ്മളുടെ തന്നെ നമ്മൾ തന്നെ നമ്മളെ വില കുറച്ച് കാണുന്നില്ല. കാര്യം ഒരു ഡിസൈനറിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് നല്ലൊരു ഡിസൈനർക്ക് വൃത്തിയായിട്ട് അറിയാം. അയാളെ റീപ്ലേസ് ചെയ്യാൻ വേറൊരു സാധനത്തിന് പറ്റില്ല എന്ന് ഈ പറയുന്ന നല്ലൊരു ഡിസൈനർക്ക് അറിയാം. പിന്നെ എന്തിനാണ് അപ്പം ഡിസൈനിനെ പറ്റി അറിയാത്ത ആളുകളല്ലേ അല്ലെങ്കിൽ അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്ത ആളുകളല്ലേ ഇങ്ങനെ പറയുന്നത്? കാരണം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ലോഗോ, നിങ്ങൾക്ക് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഒരു ക്ലയന്റ് നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം അവരോട് ചോദിക്കും എന്താണ് നിങ്ങളുടെ തീം, എന്താണ് നിങ്ങളുടെ ബ്രാൻഡിന്റെ ഒരു മോട്ടോ, എന്താണ് ഒരു മൊത്തത്തിൽ അതിന്റെ തീം എന്താണ്? ഫുഡാണോ, ഫിറ്റ്നസ് ആണോ, അല്ലെങ്കിൽ ഹെൽത്ത് ആണോ, എഡ്യൂക്കേഷൻ ആണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ ഒരുപാട് മുൻപ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ലോഗോസ് നമ്മൾ ഉറപ്പായിട്ടും സെർച്ച് ചെയ്യും. അതിൽ നിന്നൊന്നും അങ്ങനെ മുൻപ് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു പുതിയ ലോഗോ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. കാര്യം ട്രേഡ് മാർക്കിന് വേണമെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനത്തിന് ഒരിക്കലും അപ്രൂവൽ കിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എൻറ്റയർലി സ്ക്രാച്ചിൽ നിന്ന് അവരുടെ സ്റ്റൈൽ എന്താണ്, അവരുടെ തീം എന്താണ്, ആ ക്ലയന്റിന്റെ മനസ്സിലുള്ള സാധനം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അത് ചുമ്മാ ക്രിയേറ്റ് ചെയ്താൽ മതിയോ? ഇല്ല. ആദ്യം ഒരു 4, 5, 6 റെഫറൻസ് നമ്മൾ അവർക്ക് വരച്ചു കൊടുക്കണം. വരച്ചു കൊടുത്ത ശേഷം അതിൽ നിന്ന് ഒരു അപ്രൂവൽ കിട്ടണം. അപ്രൂവൽ കിട്ടി ആ ലോഗോയ്ക്ക് കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം, കളേഴ്സിന് വേരിയേഷൻ സെലക്ട് ചെയ്യണം. ശേഷം അത് സ്കെയിലബിൾ ആണോ നോക്കണം, ലെജിബിൾ ആണോ, റീഡബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അത് കൊടുക്കാൻ. എന്നിട്ട് അത് അവരുടെ ടീമുമായിട്ട് മൊത്തം ഡിസ്കസ് ചെയ്ത് അവരുടെ സുഹൃത്തുക്കളുമായി മൊത്തം ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ JPGയും അതുപോലെ PNGയോ SVGയോ ഒപ്പം അതിന്റെ റോ ഫയലും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. ഇതൊക്കെ AI-നെ കൊണ്ട് പറ്റുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പറ്റുന്നുള്ളത്? ഇല്ല, പറ്റില്ല. എത്രയൊക്കെ കാലം കഴിഞ്ഞാൽ എത്രയൊക്കെ അഡ്വാൻസ്ഡ് ആയാലും ഹ്യൂമൻ മൈൻഡ് ചിന്തിക്കുന്ന രീതിയിൽ ഒരിക്കലും AI-ക്ക് ചിന്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഹ്യൂമൻ ഹാൻഡ്സ് വർക്ക് ചെയ്യുന്നത് പോലെ ഒരിക്കലും AI-ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. AI എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മളുടെ വർക്കിന്റെ എഫിഷ്യൻസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്സ് ഉണ്ട്. എത്ര പേര് ഈ പറയുന്ന AI യൂസ് ചെയ്ത് ലോഗോസ് അല്ലെങ്കിൽ ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന AI എന്ന് പറയുന്നത് ഇന്റർനെറ്റിൽ നിന്ന് ഓൺലൈനായിട്ട്, ഞാൻ എടുത്തു പറയണം, ഓൺലൈനായിട്ട്
ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് ഒരു കോപ്പി ആണ് ഉണ്ടാക്കുന്നത്, പുതിയൊരു കോപ്പി. അതിൽ നിന്ന് പല പല സാധനങ്ങളിൽ നിന്ന് പല പല ബിറ്റ്സിനെ കളക്ട് ചെയ്തുകൊണ്ട് പുതിയതായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത്. അപ്പം അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പുതിയൊരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇതിന്റെ ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ചല്ല പറഞ്ഞത്. ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കുന്ന ആളുകൾ സ്റ്റിൽ ഉള്ള സാധനത്തിന് ചെറിയ വ്യത്യാസങ്ങൾ വരും. അല്ലാതെ സ്ക്രാച്ചിൽ നിന്ന് കംപ്ലീറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്ന എന്നെ പോലെയുള്ള ആളുകളുണ്ട്. നമുക്ക് വരുന്ന ക്ലയൻസ് എന്ന് പറഞ്ഞാൽ വലിയ ക്ലയൻസ് ആണ്, സാധാരണക്കാരായിട്ടുള്ള ക്ലയൻസ് അല്ല, കുറച്ചുകൂടെ നല്ല ക്ലയൻസ് ആയിരിക്കും. സോ അവർക്ക് പുതിയതായിട്ടുള്ള സാധനമാണ്. അവരുടെയൊക്കെ ഒരു അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവർ ഒരു സാധനത്തിന് അപ്രൂവൽ തരിക, ഇത് മതിയെന്ന് പറയാൻ നമ്മൾ കാത്തിരിക്കും. അത്ര മാത്രം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും, അത്ര മാത്രം നമ്മൾ മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അവരത് പറയും, അതിനനുസരിച്ചുള്ള പൈസ അവർ തരുമായിരിക്കും. പക്ഷെ നമുക്ക് ഒരുപാട് പണിയാണ് ഈ പറയുന്ന സാധനങ്ങൾ ചെയ്യാന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ശരിക്കും നല്ലൊരു ക്ലയന്റിന് കിട്ടുക, നല്ലൊരു ക്ലയന്റിന് വർക്ക് ചെയ്യാന്ന് പറയുന്ന ഒരു എഐക്ക് പറ്റുന്ന പണിയല്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പ്രിന്റ് ഫീൽഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രിന്റിംഗ് മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര തല കൊല്ലാപ്പാക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള സൈസ് ഉണ്ടാവും, പല DPI സെറ്റ് ചെയ്യേണ്ടത്. അത് DPI ഒക്കെ പ്രിന്റിങ്ങിനാണെങ്കിലും അവർ നമ്മളോട് പറയും അത് സെറ്റ് ചെയ്ത് തരണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയും. പല റെസൊല്യൂഷൻ CMY ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റി അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറി, ആ സൈസ് ഈ സൈസ്, ഹോർഡിംഗ് ഡിസൈൻ ഒക്കെ വരുന്ന സമയത്ത് അതിന് പല സൈസ് ഉണ്ടാവും. അത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല, സ്കെയിൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഇതൊന്നും AI മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ജസ്റ്റ് വൺ ടൈമിനൊരു ഡിസൈൻ ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ ഇത്ര സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ഉണ്ടാക്കി തരും. പക്ഷെ അത് പലപ്പോഴും അതിൽ ഭയങ്കര പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം ഡിജിറ്റൽ മീഡിയനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ് പ്രിന്റിംഗ് മീഡിയ എന്ന് പറയുന്ന സാധനം. ഒരു ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡിസൈനിൽ ആവശ്യമാണ്. അത് ഒരിക്കലും AIക്കും ഒരു മനുഷ്യനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ഒരു മനുഷ്യന്റെ ഫീലിങ്സ് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല. അപ്പം നല്ല രീതിയിലുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം. വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ഡിസൈൻ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്താതിരിക്കുക, നമ്മുടെ വില നമ്മളായിട്ട് തന്നെ കളയാതിരിക്കുക. നമ്മൾ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് നല്ല രീതിയിലുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാനും ഡിസൈൻ ഫീൽഡിനെ അതിന്റെ ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, നമ്മുടെ പേയ്മെന്റ് കൂട്ടാനൊക്കെ വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരുന്നാലോ. AI എന്ന് പറയുന്ന എല്ലാവരും പഠിക്കണം, എല്ലാവരും യൂസ് ചെയ്ത് നോക്കണം. പക്ഷെ മുഴുവനായിട്ട് ഒരു വർക്കിന് AI കൊണ്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അത് ഒട്ടും എന്താ പറയുക സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഒട്ടും നല്ലൊരു വർക്ക് ആയിരിക്കില്ല. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉറപ്പായിട്ടും നിങ്ങൾക്ക് AI ടൂൾസ് ഉപയോഗിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ പേടി മനസ്സിൽ വേണ്ട, നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. AI ആണെങ്കിലും അതിൻ്റെ ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കുക, ഡിസൈനിൽ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കുക. എന്നിട്ട് അത് വെച്ച് നന്നായിട്ട് കുറച്ചുകൂടെ സ്പീഡിൽ വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ബൈ ഫ്രം ബിജുൽ ബിന്ദു.